പോലീസിനെ കുറിച്ചുള്ള വിശ്വാസം എനിക്ക് തീരെ ഇല്ലാതായിരിക്കും. 2 ദിവസം കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? അവരെന്ത് ചെയ്യണമെന്ന് അപ്പച്ചനി പറയുന്നത്? ഒരു റിട്ടയർഡ് ഓഫീസർ അല്ല അത് നിർദ്ദേശിക്കേണ്ടത്. ഞാൻ സർവീസിലുണ്ടെങ്കിൽ കാണാമായിരുന്നു. ഇപ്പോ ഒന്നിനെ നിലത്ത് നിർത്തത്തില്ലായിരുന്നു. ഹലോ, അതെ, ജോണിയാണ് സംസാരിക്കുന്നത്. ആരാ സംസാരിക്കുന്നത്? ആ, ശരി. ആ, അതെ, ശരി, ഓക്കെ. ആരായിരുന്നു ഫോണിൽ? എന്താ പറഞ്ഞത്? അവരെത്ര രൂപയാ ചോദിച്ചെന്ന് പറയൂ. എന്താ മോനെ സംഭവിച്ചത്? പറയേ. ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. നാളെ ബോംബെ വരെ അത്യാവശ്യമായിട്ടൊന്ന് പോകണം. ഞാൻ മുഖേന ഉണ്ടായ ഒരു കോൺട്രാക്റ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ അത് ഞാൻ തന്നെ ചെന്നാലേ തീരൂ എന്നൊക്കെയാണ്. ഈ അവസ്ഥയിൽ എന്നെ തനിച്ചാക്കിയിട്ട് ജോണിക്ക് പോണോ? ഒരു നിവൃത്തി ഉണ്ട്, ഞാൻ പോവില്ല എന്ന് മേലേക്ക് അറിഞ്ഞൂടെ? പോവാതെ തരവില്ല. 2 ദിവസത്തേക്ക് അപ്പച്ചനോട് നിൽക്കട്ടെ. ഇത് മിസ്റ്റർ ചന്തു, 10 വർഷത്തോളമായി സാറിന്റെ കൂടെ ആയിട്ട്. ജോണി, യെസ്, ലോറൻസ് സ്പീക്കിംഗ്. വരൂ. ആ, അച്ഛാ അച്ഛാ അച്ഛാ. ആ, ദാറ്റ് വിൽ സീ. ആ, ഓക്കെ. ആ ആ, फिर मिलेंगे. ओके. चंदू, Johnny, my son, my son. എന്റെ മകൻ എവിടെ? 17 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ഡാഡിയെ കണ്ടപ്പോ ആദ്യമായിട്ട് നിനക്ക് ഇതാണോ ചോദിക്കാൻ തോന്നിയത്? ഞാൻ എന്റെ മകനെ കൺകൊടുക്ക തൃപ്തിയായിട്ടൊന്ന് കണ്ടോട്ടെ. I missed you a lot, my son. എന്റെ മരുമകളെ ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും അവൾക്ക് സുഖം തന്നെയല്ലേ? എന്റെ മകൻ എവിടെ? അവൻ എന്ത് സംഭവിച്ചു? എന്റെ മകൻ എവിടെയെന്ന്? എന്റെ മകൻ എന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. നിങ്ങളുടെ തമാശ കേൾക്കാനല്ലേ ഞാൻ വന്നത്. ജോണി പ്ലീസ്. വളരെ നാളുകൾക്ക് ശേഷം എന്റെ മകനെ ഞാൻ കണ്ടപ്പോ ഒരു നിമിഷം ഞാൻ എല്ലാം മറന്നുപോയി മോനെ. 2 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഉടമസ്ഥൻ ആരാണെന്ന് അറിയിക്കാത്ത ശബ്ദം. ആരായാലും ശത്രുവാണെന്നുള്ളത് തീർച്ച. എന്റെ കൊച്ചുമകൻ അവരുടെ പക്കലുണ്ട്,
അവനെ തിരിച്ചു കിട്ടണമെങ്കിൽ അവരുടെ ചില വ്യവസ്ഥകൾക്ക് ഞാൻ കീഴടങ്ങണം. ആരാണവര്? അവരാരാണെന്നറിഞ്ഞിരുന്നെങ്കിൽ നീ ഇവിടെ വരുമ്പോ നിന്നെ സ്വീകരിക്കുന്നത് നിന്റെ മകൻ തന്നെയായിരുന്നേനെ. നിനക്കെന്താ ആ കാര്യത്തിൽ സംശയമുണ്ടോ? നിന്റെ ഡാഡിക്ക് പ്രായമായി എന്നുള്ളത് സത്യം. പക്ഷേ പലതും പഴയതിനേക്കാൾ ചെറുപ്പം തന്നെയാണ് മോനെ. എന്താണ് അവരുടെ വ്യവസ്ഥകൾ? പറഞ്ഞിട്ടില്ല, വഴിയെ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അല്പം സമയം കൂടെ വേണം. എന്റെ ശത്രു ആരെന്ന് കണ്ടുപിടിക്കണം, എന്റെ കൊച്ചുമോനെ വീണ്ടെടുക്കണം. നിന്റെ ഒരു തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല മോനെ ഇത്. അതുകൊണ്ട് അവനെ വീണ്ടെടുത്ത് നിന്നെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്. ഞാൻ വിവരം പോലീസിനെ അറിയിക്കാം. പോലീസ്? എന്ത് പോലീസ്? ഏത് പോലീസ്? അവരെന്ത് ചെയ്യാൻ? ഉതിർന്നു വീണ വെടിയുണ്ടകളുടെ കണക്കുകൾ ലെഡ്ജറിൽ എഴുതി വെക്കാനോ? നോ, ഈ കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ തിരിച്ചെടുക്കുന്ന കാര്യം എനിക്ക് വിട്ടു തന്നേക്ക്. അതുവരെ നീ ഭാര്യയും, അതായത് എന്റെ മരുമകളും ഇവിടെ എന്റെ കൂടെ താമസിക്കുന്നതായിരിക്കും നല്ലത്. നോ, ഒരിക്കലും നടക്കില്ല. ശരി, അത് നിന്റെ ഇഷ്ടം. ഞാൻ മൂലം ഉണ്ടായ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനെങ്കിലും എന്നെ അനുവദിക്കുമോ? വെൽ, ദാറ്റ്സ് ഗുഡ്. നിന്റെ റിട്ടേൺ ടിക്കറ്റ് റെഡിയാണ്, നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റ്. അതുവരെ ഇവിടെ താമസിച്ചൂടെ? വേണ്ട, ഞാൻ ഹോട്ടലിൽ താമസിച്ചോളാം. പീറ്റർ. യെസ് സർ. ജോണി, ഒരു ദിവസമെങ്കിലും മോന് ഡാഡിയുടെ കൂടെ താമസിച്ചൂടെ? സോറി.